ഹായ് എവറി വൺ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ കരുതി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പം എന്താണ്, നമ്മുടെ സ്നേഹ ചേച്ചി സിനിമ കാണുന്നു. എന്തോ അല്ലു അർജുൻ്റെ ഒരു സിനിമയായിരുന്നു. തന്നെ നമ്മുടെ ലഞ്ചിനുള്ള ടൈം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോകുവാണ്. ഇതാണ് നമ്മുടെ ലഞ്ച്. നമുക്ക് വെജിറ്റബിൾസും ഓയിലെല്ലാം തീർന്നു പോയി. അപ്പോൾ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഒരു കറികൾ ഉണ്ടാക്കി. പിന്നെ ഇന്നലത്തെ മോരുകറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച് കഴിച്ചത്. പിന്നെ ഞങ്ങൾ ഒരുങ്ങാൻ പോയി. അതായത് ഞാനൊന്നും ഒരുങ്ങുന്നില്ല, സ്നേഹച്ചേച്ചിയായിരുന്നു ഒരുങ്ങുന്നത്. ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് അന്നേരമാണ് ഞാൻ കരുതിയത് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടേക്കാം, എന്തായാലും വീഡിയോ എടുക്കുമല്ലേ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടേക്കാമെന്ന് കരുതി. എന്തോ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ട് എന്നാന്ന് അറിയത്തില്ല. അപ്പോൾ അന്ന് ഫുൾ എൻ്റെ മനസ്സിലെ കബോർഡിൽ തെമ്മൂളിൽ നിന്ന് മേടിച്ചൊരു സൺഗ്ലാസ് ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം വെച്ചുകൊണ്ടിരിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഫുള്ള് ഞാനത് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണവും ഇല്ല, ചുമ്മാ ഞാൻ വെച്ചു. പക്ഷെ എനിക്കറിയത്തില്ല, എനിക്ക് ചേരുമോയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു സാധനമായിരുന്നു അത്. എനിക്കറിയത്തില്ല, ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ ഒരു മൂഡ് അങ്ങ് പോയായിരുന്നു. എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനപ്പോൾ ഓരോന്ന് എന്തൊക്കെയോ ചെയ്യുന്നു, മുടിയൊക്കെ ചെയ്യുന്നു, ഒന്ന് ഗ്ലാസ്സൊക്കെ വെച്ച് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കൊള്ളാം. പക്ഷെ എനിക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. എനിക്ക് എന്നാണെന്നറിയത്തില്ല. ഇന്നൊരു ഭയങ്കര മടുപ്പ് ദിവസമായിരുന്നു. ആ ഡേ തന്നെ ഞാൻ എടുത്തു ഇന്ന് വീഡിയോ ഇടാമെന്ന് കരുതിയത്. അപ്പോൾ ഞാൻ കുറച്ച് മസ്കാരയൊക്കെ ഇടാമെന്ന്. മസ്കാര ഇടുമ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ചുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കോച്ചുവാദം പിടിച്ച പോലെയൊക്കെ പോകുന്നു. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്ത് പിടിച്ചു, കാരണം ഞാൻ വീഡിയോ എടുക്കുമല്ലേ, അതുകൊണ്ട്. പിന്നെ നമ്മൾ പോവാണ്, നമ്മുടെ സ്നേഹ ചേച്ചിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ തിരിച്ച് വന്നു. കാരണം തിരിച്ച് എന്നെ പറഞ്ഞു വിട്ടു, കാരണം ഞാൻ എടുത്ത ഒരു ഫോട്ടോ പോലും കൊള്ളത്തില്ലായിരുന്നു. എനിക്കങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാൻ അറിയത്തില്ല. പിന്നെ ഞാൻ ആ ചേച്ചിക്ക് എൻ്റെ ട്രൈപോഡും ഫോണും കൊടുത്ത് ആ ചേച്ചിനെ വിട്ടിട്ട് ഞാൻ പോന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ ചേച്ചി വന്നു, എൻ്റെ സൺഗ്ലാസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് തിരിച്ച് തന്നു. അങ്ങനെ ഞാനത് വെക്കുവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടിന്ന്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടിരിക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി വേണ്ടേ. കുറച്ച് നേരം ഞാൻ കണ്ണാടി നോക്കി, പിന്നെ കുറച്ച് നേരം ഫോണിൻ്റെ ക്യാമറ നോക്കി. പിന്നെ എനിക്ക് അങ്ങോട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞില്ലേ മുമ്പേ തന്നെ, ഇന്നെന്തോ ഒരു മടുപ്പുണ്ട്. ജോലിയില്ല, ഒന്നുമില്ലാതെ ഒരു മാസമായിലിരിക്കാൻ തുടങ്ങിയിട്ട് ഈ ഇരിപ്പ്. പിന്നെ എങ്ങനെ മടുക്കാതിരിക്കും, അതൊരു കാര്യം തന്നെയാണ്. ഈ ചുമ്മാ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാടുള്ള കാര്യമാണ്. ശരിക്കും ഈ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നാണ് കുറച്ച് മടുത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിപ്പും പിന്നെ പൈസയും ഇല്ല, സാലറിയില്ല, ഒന്നും. എല്ലാത്തിനെക്കുറിച്ച് തിങ്ക് ചെയ്ത് ഞാൻ എൻ്റെ തലയ്ക്ക് വട്ട് പിടിച്ചു പോയി. അപ്പോൾ ഞാൻ കരുതി ഇതൊക്കെ കുറച്ച് നേരം നമ്മളെ മനസ്സൊന്ന് കൂളാക്കി വെക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് പറ്റുന്നില്ല. ഇത് കുറച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് എൻ്റെ തല അങ്ങ് പൊട്ടിത്തെറിക്കാൻ പോയി. അപ്പോൾ ഞാൻ കരുതി ഇതൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല, മനസ്സ് ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, എല്ലാം ശരിയാകുമ്പോൾ ശരിയാകും, നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തല കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതി ഞാൻ ആ ഗ്ലാസ് അങ്ങ് എടുത്ത് വെച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതായതുകൊണ്ട്. അപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാര്യം. പിന്നെ അത് ചിന്തിച്ചപ്പോൾ അപ്പുറം തലവേദന ആയി തീർന്നു. അതുകൊണ്ട് അതൊക്കെ സ്റ്റോപ്പാക്കി വെച്ചു. കാരണം ഇതൊക്കെ ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, വരുന്നത് വഴി തങ്ങത്തില്ലാത്തത് കൊണ്ട്. അപ്പോൾ നമ്മുടെ രശ്മി ചേച്ചി നമുക്ക് കോഫി ഉണ്ടാക്കി കൊണ്ട് തന്നത്. അങ്ങനെ ഈ കറങ്ങുന്ന കസേരയിരുന്ന് കോഫിയും കുടിച്ച് ഞാൻ ചിന്തിച്ചു. ഇന്നത്തെ ഒരു അഴുക്ക ദിവസമായിരുന്നു. ഓവർ തിങ്ക് ചെയ്തു, ടെൻഷൻ അടിച്ചു. അതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. മാഷാഅല്ലാഹ്, ഇതുപോലത്തെ ഒരു ദിവസം ആർക്കും കൊടുക്കരുതേ. അങ്ങനെ ഞാനിവിടെ എൻ്റെ വ്ലോഗ് അവസാനിപ്പിക്കുക. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗായ്സ്.